സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കെ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിരുന്നൊരുക്കി സർക്കാരിൻ്റെ ധൂർത്ത് 5 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചാണ് ധനമന്ത്രിയുടെ ജീവനക്കാർക്കുള്ള വിരുന്ന്. അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇന്നും പൂർണ്ണമായി ലഭിക്കില്ല. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ശമ്പള വിതരണം ആരംഭിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്, ധനമന്ത്രി അവകാശപ്പെടുന്നത്. ഇതിലെത്രത്തോളം വാസ്തവമുണ്ട്? ജീവനക്കാർ പ്രതിഷേധത്തിലാണ്, സമരത്തിലാണ്. ശമ്പള വിതരണം ആരംഭിച്ചതിനെ തുടർന്ന് ഇതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ, തിരുവനന്തപുരം തൈക്കാടുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനമന്ത്രി KN ബാലഗോപാൽ ഒരു വിരുന്ന് ഒരുക്കുന്നത്. ആ വിരുന്നിൽ പങ്കെടുക്കാനായി ധനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു, ധനമന്ത്രി പങ്കെടുത്തിരുന്നു. ഒപ്പം മറ്റ് നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള ചില വകുപ്പുകളിലെ ഉൾപ്പെടെ 700ഓളം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് പങ്കെടുത്തത്. അതേസമയം തന്നെയാണ് അത്രയധികം ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരുന്നത്. ഒരു നീതിക്കായുള്ള നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുകയാണ് ഈ ആക്ഷൻ കൗൺസിൽ, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശമ്പള വിതരണം താൽക്കാലികമായി അല്ലെങ്കിൽ ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. അധ്യാപകർ ഉൾപ്പെടെയുള്ള ചെറിയൊരു വിഭാഗത്തിനാണ് ഇന്ന് ശമ്പള വിതരണം ആരംഭിച്ചത്. അതും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ചെറിയ തോതിലെങ്കിലും ശമ്പള വിതരണം നടത്താൻ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് NGO അസോസിയേഷനും ഒപ്പം തന്നെ NGO സംഘ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. സമാനമായി തന്നെയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ഈ ഒരു സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാരിനുള്ള എല്ലാ ആർഭാടങ്ങൾക്കും പണമുണ്ട്, ധൂർത്ത് നടത്താൻ പണമുണ്ട്, മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കാനും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ സർക്കാർ ജീവനക്കാർക്ക്, ഒരുപക്ഷെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി നിൽക്കുന്ന ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ല എന്നൊരു വിമർശനമാണ് ഈ സമരം നടത്തുന്ന ജീവനക്കാരും സംഘാടകരും ഒപ്പം തന്നെ സംഘടനകളും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം തന്നെയാണ് ഈ 1 മണിയോടുകൂടി ഗസ്റ്റ് ഹൗസിൽ വിരുന്നൊരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇടത് അനുകൂല യൂണിയൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ മന്ത്രി എത്തുമ്പോഴേക്കും, അതായത് 1 മണിയോടുകൂടി തന്നെ മന്ത്രി കൃത്യമായി അവിടെ എത്തുന്നു. പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് മന്ത്രി അവിടെ എത്തിയത്. പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രിയെ തടയുകയും മന്ത്രിയുടെ വാഹനം പ്രതിഷേധക്കാർ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നൊരു നിലപാട് തന്നെയാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്, ധനമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി ഉള്ള കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, അതായത് 1-ാം തീയതിയാണ് ഈ 5.5 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാക്കേണ്ടത്. 1 കഴിഞ്ഞു, ഇന്നിപ്പോൾ 4-ാം തീയതി ആയിട്ടും മുഴുവനുമായി ശമ്പളം കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിൽ ധനവകുപ്പ് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്, ന്യായീകരണങ്ങൾ നൽകുന്നുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല ചരിത്രത്തിൽ ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്നത്. അതുമാത്രമല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ധനമന്ത്രി കൈ കഴുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, ഉടൻ തന്നെ 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ മുഴുവനായി ശമ്പളം നൽകി തീർക്കാനാകും ധനവകുപ്പിന് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ പഴിചാരാനും സംസ്ഥാന സർക്കാരും ധനമന്ത്രിയും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ധനമന്ത്രി അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. നിലവിലെ സാമ്പത്തിക സ്ഥിതിക്കും സംസ്ഥാനത്തെ മോശം സാഹചര്യത്തിനും പ്രധാനപ്പെട്ട കാരണക്കാർ കേന്ദ്ര സർക്കാർ എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തുകയുണ്ടായി. അതുമാത്രമല്ല, അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നികുതി ഇനത്തിൽ ഉൾപ്പെടെയുള്ള 4000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. പക്ഷേ ആ പണം എന്ത് ചെയ്തു, എത്ര ജീവനക്കാർക്ക് നൽകി എന്നതൊക്കെ ചോദ്യമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്വയം മുഖം രക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും ധനമന്ത്രിയുടെയും തീരുമാനം അല്ലെങ്കിൽ നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു, അതേസമയം തന്നെ ഭാഗികമായി ശമ്പളം കൊടുത്തു തുടങ്ങുന്നു. തൊട്ടു പിന്നാലെ തന്നെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പടിക്കലും ട്രഷറിക്ക് സമീപവും തുടരുകയാണ്. അനിൽ നമ്പ്യാർ. നന്ദി ശാലിനി. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. സർക്കാരിൻ്റെ ധൂർത്ത് ഒരു ഭാഗത്ത്, ശമ്പളമില്ലാതെ ജീവനക്കാർ. ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവ NGO സംഘിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ P. സുനിൽകുമാർ, സെറ്റോയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AM ജാഫർ ഖാൻ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്. 3 അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം സുനിൽകുമാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത്. നോക്കൂ, നിങ്ങൾ പട്ടിണി കിടന്നാലും ഞങ്ങൾ സുഭിക്ഷമായി ഉണ്ണും എന്നൊരു നിലപാടാണ്
ഈ പ്രതിസന്ധി ഘട്ടത്തിലും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത് ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ധനമന്ത്രിയുടെ വക സർക്കാർ അതിഥി മന്ദിരത്തിൽ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിന് ലക്ഷങ്ങൾ ചെലവാക്കുകയും ചെയ്തു. ഇങ്ങനെ നേരത്തെ ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാർ ഔദ്യോഗിക വസതികൾ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഔദ്യോഗിക വസതികൾ മോടി പിടിപ്പിക്കാനും അതുപോലെ വിദേശ യാത്ര നടത്താനും നമുക്കറിയാം, നവകേരള സദസ്സ് സംഘടിപ്പിച്ച സമയത്ത് പോലും ടിയെയും ഡിയെയും കൃത്യമായിട്ട് അവർ എഴുതിയെടുക്കുക പോലും ചെയ്തു. മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. നക്ഷത്ര സൗകര്യമുള്ള ബസ്സിലാണ് യാത്ര ചെയ്തത്. പക്ഷേ അത്തരത്തിലുള്ളൊരു നിലപാടുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതേസമയം ജീവനക്കാരെ പട്ടിണിക്കിട്ട് ഇടുന്ന ആ ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ ധനമന്ത്രി പറയുന്നു, നേരത്തെയും ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല, നേരത്തെയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ സുനിൽകുമാർ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഏതാണ്ട് 8 വർഷമായി സംസ്ഥാനത്തെ ജീവനക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത്. അത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അവസാനത്തെ പടി എന്ന് മാത്രമേ ഈ ഒരു ശമ്പള നിഷേധത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ബഡ്ജറ്റ് പാസ്സാക്കിയതാണ്, നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 12 മാസം നൽകാനുള്ള ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും അതിനു വേണ്ടിയുള്ള പൈസ കൂടി ചേർത്താണ് ഈ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ അതിന് ഇന്ന് പറയുന്ന ന്യായീകരണങ്ങളൊന്നും തന്നെ മതിയാകില്ല. ഇന്നിപ്പോൾ സർക്കാർ പറയുന്നത് ഈ 57,400 കോടി രൂപ കേന്ദ്ര സർക്കാർ മുൻ വർഷങ്ങളിൽ നിന്ന് വെട്ടിക്കുറച്ചു. ആ വാക്ക് ഞാൻ ഊന്നിപ്പറയാണ്, വെട്ടിക്കുറച്ചു എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ പ്രസ്താവന നടത്തുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് GST നഷ്ടപരിഹാരം 12,000 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, GST നഷ്ടപരിഹാരം 2017 GST നടപ്പിലാക്കുമ്പോൾ 14% കുറവ് വരുന്ന ടാക്സ് വരികയാണെങ്കിൽ കൊടുക്കുന്ന കോമ്പൻസേഷനാണ്. അത് 2005 വർഷത്തേക്ക് തീരുമാനിച്ചു. 2022 ജൂൺ മാസം 30 അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഈ 2024 2022 കഴിഞ്ഞ ആ GST കോമ്പൻസേഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 8,400 കോടി രൂപ, അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, അതായത് സർക്കാരിൻ്റെ റവന്യൂ ചെലവുകൾക്ക് വരുന്ന ആ കമ്മി നികത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങൾക്കാണ് അത് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പശ്ചിമ ബംഗാളാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളം തന്നെ 37,600 കോടിയോളം രൂപ ഇതുവരെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് 5 വർഷം കൊണ്ട് തന്നു തീർക്കേണ്ടതാണ്. അത് 5 വർഷം കഴിഞ്ഞും കിട്ടേണ്ടതല്ല. അത് കഴിഞ്ഞ വർഷം കൂടുതൽ തന്നു, ഈ വർഷം അതിന് ആനുപാതികമായി കുറവ് വരും. അതൊക്കെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരും മുന്നോട്ട് പോവുകയാണ്. ഈ ശമ്പള നിഷേധത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത കേസിൻ്റെ വിചാരണ 6-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ 6-ാം തീയതി മുതൽ ആ വിചാരണ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ശമ്പളം കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയുണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കൂടുതൽ ആനുകൂല്യം കടമെടുക്കാനുള്ള ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നിഷേധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതാണ്ട് 4,200 കോടിയോളം രൂപ ഫെബ്രുവരി മാസം അവസാന വാരം കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് നൽകി കഴിഞ്ഞു. ആ പൈസ എടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കാമായിരുന്നു. 2,700 കോടി രൂപയാണ്
ഒരു മാസത്തെ ശമ്പള ചിലവായിട്ട് വരുന്നത്. അപ്പോൾ തൊട്ട് 2 ദിവസം മുമ്പ് 4200 കോടി രൂപ കിട്ടിയിട്ടും ആ പൈസ പോലും ഉപയോഗിക്കാതെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും കേരളത്തിന് കഴിയുന്നില്ല എന്നുള്ള തരത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിന് അതിന് പിൻബലമേകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭരണകക്ഷിയുടെയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും അവർ കൂട്ടായെടുത്ത തീരുമാനമാണ്. അല്ലാതെ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ശമ്പള നിഷേധം വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ശ്രീ ജാഫർ ഖാൻ, അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് നീക്കമാണോ ഇത്? ഒരു തിരക്കഥ എഴുതി ശ്രീ സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഇവിടെ കാശില്ല, ഖജനാവിൽ പണമില്ല, അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് അത് സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗൂഢ നീക്കം ഇതിന് പിന്നിലുണ്ടോ? മറ്റൊരു കാര്യം കൂടി എനിക്കറിയേണ്ടത്, ഈ ഇടത് മുന്നണിയിൽപ്പെട്ട സർവീസ് സംഘടനകളുണ്ടോ? ഉണ്ടല്ലോ, നിരവധിയുണ്ട്. അവർക്ക് ഇതിലൊന്നും ആധി ഇല്ലേ? അവർ ഈ സമരത്തിൻ്റെ ഭാഗമായി ഈ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഓക്കെ, കൃത്യമായി ആ ഒരു ആശങ്ക നമുക്ക് ഉന്നയിക്കാമെന്നുള്ളതാണ്. ആശങ്ക ഉന്നയിക്കാമെന്നുള്ളതല്ല, അതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ മാസത്തെ ശമ്പളം കൊടുക്കണ്ട എന്ന് സാമ്പത്തിക പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഈ മാസത്തെ ശമ്പളം വൈകിപ്പിക്കാമെന്നും അത് കൊടുക്കാതിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് വിഷയമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനേക്കാളും അപ്പുറത്ത് ഇത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് പോലും അത് മാറിയിട്ടുണ്ടോ എന്ന് സംശയം. 2 ആഴ്ച മുമ്പ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു, പരസ്യ പ്രസ്താവന നടത്തി, നിങ്ങൾക്ക് ബഡ്ജറ്റിൽ പറഞ്ഞ DA അതിനെക്കുറിച്ച് ആലോചിക്കാം, പക്ഷേ അതിന് നമുക്ക് ശമ്പളം കിട്ടുമോ എന്ന് നോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ മാസത്തെ ശമ്പളം തരാതിരുന്നത്. അല്ലാതെ ഈ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും കൊടുക്കുന്ന ഈ ശമ്പളം തടസ്സപ്പെടേണ്ട സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ട്, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരൊന്നുമല്ല. അതിന് കാരണക്കാർ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ്. കൃത്യമായി ഗവൺമെൻറ് ആ വഴിക്ക് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പം തന്നെ ഈ കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പം കേന്ദ്രം കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് ഒരുപക്ഷെ അതിനെ ന്യായീകരിക്കാമെങ്കിലും, അല്ലെങ്കിൽ അത് ശരിയാണ് എങ്കിൽ പോലും, അത് മറ്റ് ഘടകങ്ങളിലേക്ക് പറഞ്ഞിട്ട് ഉള്ളെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് ഈ പറഞ്ഞ അനുസരിച്ച് ഉള്ള സാമ്പത്തികമായി അധികം ഇതിനകത്ത് കിട്ടാമില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ GST ആണ് ഏറ്റവും വലിയ വരുമാന മാർഗം. നമുക്കറിയാം GST ഇവിടെ ആരംഭിച്ച് GST 2017 ജൂലൈയിൽ ആരംഭിച്ചു. ആ 2017 ജൂലൈയിൽ GST ആരംഭിച്ച സമയത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകൾക്കും 5 വർഷ കാലാവധി കൊടുത്തു. ആ 5 വർഷ കാലാവധിക്കുള്ളിൽ നിങ്ങൾ GSTയുടെ റീസ്ട്രക്ചറിങ് പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ കളക്ഷനിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ആ 5 വർഷം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോമ്പൻസേഷൻ കൊടുത്തത്. അത് കേരളത്തിൽ മാത്രമല്ല, മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഈ 5 വർഷത്തെ പീരീഡ് ബാധകമാണ്. അപ്പോൾ ആ 5 വർഷത്തെ പീരീഡ് കൊണ്ട് ഇവിടെ 14% മുകളിൽ GSTയുടെ വരുമാനം വരുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന് മാത്രമല്ല, GST ഡിപ്പാർട്ട്മെൻറ്റ് റീസ്ട്രക്ചറിങ് പൂർത്തീകരിച്ചില്ല. അതിന് ആദ്യം ഇവിടെ തോമസ് ഐസക്ക് പ്രത്യേകം ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു, അതിലിട്ട് കുറച്ച് നാൾ പണി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സോഫ്റ്റ്വെയർ എടുത്തു. അപ്പോൾ റീസ്ട്രക്ചറിങ് പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ഈ 5 കൊല്ലത്തിനകത്ത് ഇപ്പോൾ ഇടയ്ക്ക് ഒരു കണക്ക് പറഞ്ഞപ്പോൾ ഇവർ 20% GST വരുമാനം ഉണ്ടായെന്ന് പറഞ്ഞു. 20% വരുമാനം ഉണ്ടായെങ്കിൽ പിന്നെ എന്തിനാ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നത്? 14% താഴെ മാത്രമേ GST വരുമാനമുള്ളൂവെങ്കിൽ മാത്രമാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ. പിന്നെ ഇപ്പം തന്നെ ഇവിടെ കേന്ദ്രം തരട്ടെ എന്ന് പറഞ്ഞാൽ, കേന്ദ്രം ശമ്പളം തരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്? ആ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്താ? പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, ഇവിടെ ഇടതുപക്ഷങ്ങളും ഭരണപക്ഷവും സർവീസ് സംഘടനകളൊക്കെ ഇല്ലെന്നു. അവരൊക്കെ ഞാൻ ചോദിക്കാൻ കാരണം, ഇന്ന് ഈ ചർച്ചയിൽ അവരുടെ പ്രതിനിധി ക്ഷണിച്ചിരുന്നു. അങ്ങനെ അവർ ഈ ജീവനക്കാരോടൊപ്പം ആണെങ്കിൽ അവരുടെ പ്രതിനിധിയെ അയക്കേണ്ടതല്ലേ? അവർക്ക് പറയാനുള്ളത് കൂടി പറയേണ്ടതല്ലേ? അല്ല, ഉറപ്പല്ലേ, അവർ ജീവനക്കാർക്കൊപ്പമല്ല, അവർ അടിമകളാണ്. അത് ഈ പാർട്ടി സംവിധാനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന സർവീസ് സംഘടന എന്നുള്ളതല്ല,
ഇന്ന് നമ്മൾ SFI അടക്കമുള്ള സംഘടനകളുടെ നിലപാടുകൾ നമ്മൾ കാണുന്നില്ലേ? അവർ കൃത്യമായി അതിൻ്റെ പാർട്ടി നേതൃത്വം പറയുന്നതിന് അപ്പുറത്തേക്ക് ചലിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി അവർ ഈ 1-ാം തീയതിയോ 2-ാം തീയതിയോ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഓഫീസുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഞങ്ങൾ വിചാരിച്ചു വളരെ ആശ്വാസം കൊണ്ടു അവരും ഇറങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ അതല്ല സംഭവിച്ചത്. അവർ അന്ന് കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ETSB ട്രഷറിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതിന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത് ആരെ പറ്റിക്കാനാണ്? നാളെ അവർ കരിദിനം ആചരിക്കുന്നുവെന്ന് ഇപ്പോൾ ഒരു വാർത്ത കണ്ടു. എന്തിനാണ് നാളെ കരിദിനം ആചരിക്കുന്നത്? ഇപ്പം തന്നെ ഇന്ന് ഗവൺമെൻറ് പറഞ്ഞ വിഷയം എന്താ? ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി പറഞ്ഞു ശമ്പളം കൊടുത്തു തുടങ്ങി. അത് പിന്നെ ഇന്ന് 50,000 രൂപ വെച്ച് റിലീസ് ചെയ്ത് തുടങ്ങിയെന്ന്. എന്താ സംഭവിച്ചത്? ട്രഷറിയിൽ ഇന്നലെ 55,000 രൂപ പെൻഷൻ വാങ്ങാൻ പോകുന്ന ഒരാളിന് ഇന്നലെ ട്രഷറിയിൽ നിന്ന് 55,000 രൂപ കിട്ടി. ഇന്ന് 50,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ന് 55,000 രൂപ പെൻഷൻ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് 50,000 രൂപയെ കിട്ടുള്ളൂ. അതാണ് ഇന്നുണ്ടാക്കിയ കാര്യം. പിന്നെ ശമ്പളം ട്രഷറി വഴി കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു. ശമ്പളം ആർക്കാണ് കൊടുത്തു തുടങ്ങിയത്? ഒരാളിന് പോലും ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടില്ലല്ലോ. ശമ്പളം കൊടുക്കുന്നത് ട്രഷറി ജീവനക്കാരെ പോലെ ETSBയിൽ നേരിട്ട് ട്രഷറിയിൽ ചെന്ന് ശമ്പളം വാങ്ങുന്ന ടെല്ലർ വഴി ശമ്പളം വാങ്ങുന്നവർക്ക് അവർക്കും ലിമിറ്റ് ചെയ്ത് 50,000 രൂപ കൊടുക്കാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശമ്പളം വാങ്ങുന്നത് തുച്ഛമായി 2% താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും 1-ാമത്തെ വർക്കിംഗ് ഡേ കൊടുക്കാനുള്ള ശമ്പളം ഇന്ന് 4 തീയതി ആയിട്ട് പോലും ആ ശമ്പള വിതരണം നടത്തില്ലെന്ന് മാത്രമല്ല, ഇന്നലെ വരെ പെൻഷൻ 60,000 രൂപ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടന്ന 1,00,000 രൂപയോ മാറാൻ കഴിയുമായിരുന്ന പെൻഷൻകാർക്ക് ഇന്ന് 50,000 രൂപയായിട്ട് നിജപ്പെടുത്തി റെസ്ട്രിക്റ്റ് ചെയ്തു, നിയന്ത്രിച്ചു. അതാണ് ഇന്ന് മന്ത്രി ചെയ്തത്. ആ മന്ത്രി അത് ചെയ്തിട്ടാണ് ഇന്ന് ബഡ്ജറ്റ് പ്രവർത്തനം നടത്തിയവർക്ക് ഗസ്റ്റ് ഹൗസിൽ 34 കൂട്ടം കറികളുമായി ഇന്ന് മിഷ്ടാന്ന ഭോജനം നടത്തിയത്. ഇത് കേരളത്തിനോടുള്ള ഒരു 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 കൊഞ്ഞനം കുത്തനയല്ലേ? സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ അവരെ പട്ടിണിയിൽ ഇട്ടുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ഇത് പൊതുസമൂഹം മനസ്സിലാക്കണം. 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയുമായി എടുത്ത ഭവന വായ്പയ്ക്കും വാഹന വായ്പയ്ക്കും അടക്കം മറ്റ് ലോണുകൾക്കെല്ലാം ഡേറ്റ് കൊടുത്ത് ബാങ്കിൽ നിന്നും അക്കൗണ്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയമാണ്. അക്കൗണ്ടിൽ പൈസ വന്നില്ല എങ്കിൽ അത് നാളുകളിൽ അതിന് ബാധ്യതകൾ വർദ്ധിക്കുക. എന്തെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ കേട്ട ഒരു വാർത്തയാണ്. പാലക്കാട് ഒരു ജുഡീഷ്യൽ ഓഫീസർ, ആ ജുഡീഷ്യൽ ഓഫീസർ ETSB വഴിയാണ് ശമ്പളം മാറുന്നത്. ETSBയുടെ നിയന്ത്രണം സർക്കാരിനാണ്. ഈ ETSBയുടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപയുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ ശമ്പളം വേണ്ടാത്ത ആളായിരിക്കും. ഈ വിഷയം പറഞ്ഞുകൊണ്ട് 40 ലക്ഷം രൂപ വിഡ്രാ ചെയ്ത് പോയപ്പോൾ കഴിഞ്ഞ എത്രയോ മാസങ്ങൾ മുമ്പ് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ സ്വത്ത് അദ്ദേഹത്തിന് വിഡ്രാ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ചെറിയ നിസ്സാര കാര്യമല്ല. ഇത് നിസ്സാര കാര്യമല്ല. ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ശമ്പളം, അവരുടെയൊക്കെ അധ്വാനം, അവരുടെയൊക്കെ സമ്പത്ത് പിടിച്ചു വയ്ക്കുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു സമീപനത്തിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. ഇതൊന്നും മുൻകാലങ്ങളിൽ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. ഒരു ഗവൺമെൻറ്റും ഇത് ചെയ്യാനുള്ള അവകാശവുമില്ല. ഈ സാലറി ഒരുപക്ഷേ ഒരു ദിവസം നീണ്ടുപോകുന്നെങ്കിൽ അത് അറിയിച്ചുകൊണ്ട് നീട്ടി തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. അതൊന്നുമല്ല. ഇത് സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞ് പറ്റിക്കുക. സാങ്കേതിക പിഴവ് ഇതിനകത്തൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ചില ടാർഗറ്റുകളാണ്, ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ശക്തമായ പ്രക്ഷോഭ പരിപാടി. ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഗസ്റ്റ് ഹൗസിൽ വിരുന്ന് സൽക്കാരത്തിന് പോയപ്പോൾ വഴിയിൽ നിന്ന് തടഞ്ഞ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സംഘടന അതിനകത്തുള്ള തടഞ്ഞതല്ല, കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് ആ പ്രതിഷേധം അറിയിക്കാൻ ബാനറുമായി അവിടെ എത്തിയിരുന്നു. കൃത്യമായി ജീവനക്കാരൻ്റെ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും അറിയിച്ചുകൊണ്ട് ജീവനക്കാർ, ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം അത് കൃത്യമായ ഡേറ്റുകളിൽ വിതരണം ചെയ്യുവാൻ ഈ നടപടി സ്വീകരിച്ചതിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ NGO അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകും. ഈ അടിമ കൂട്ടങ്ങളെപ്പോലെ നിൽക്കുന്ന സർവീസ് സംഘടനകൾ അവർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു പണിമുടക്ക് നടത്തി. അന്ന് NGO സംഘം അടക്കം ആ പണിമുടക്കിൽ പങ്കെടുത്ത ജനുവരി 24 നടത്തിയ പണിമുടക്ക് ചരിത്രത്തിലാദ്യമായി 7 ഗഡു DA കുടിശ്ശികയായി കിടക്കുന്ന സാഹചര്യം, ലീവ് സറണ്ടർ 4 കൊല്ലമായി തരാത്ത സാഹചര്യം, കഴിഞ്ഞ ശമ്പള പ്രശ്നത്തിൻ്റെ അരിയർ 1 രൂപ പോലും തരാത്ത സാഹചര്യം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളൊരു പണിമുടക്കിലേക്ക് പോയപ്പം ആ പണിമുടക്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ജീവനക്കാരും അധ്യാപകരും ആ പണിമുടക്കിൽ അണിചേർന്നു. ആ പണിമുടക്കിൽ അണിചേർന്നത് കൊണ്ട് അതിൻ്റെ അറ്റൻഡൻസ്, അതിൻ്റെ ഹാജർ നില പോലും ഈ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കാരണം അവർ അവകാശപ്പെടുന്ന അവരെ മെമ്പർഷിപ്പിനേക്കാളൊക്കെ അടുത്ത്
അതിൽ പണിമുടക്കിൽ ജീവനക്കാർ പങ്കെടുത്തു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ജീവനക്കാരൻ്റെ പൾസ് ഈ സർക്കാരിനെതിരെയാണ്. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അത് ഒരു ജനകീയ ഗവൺമെൻറ്റിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള കാര്യം ഈ സർക്കാർ ഓർത്താൽ നന്ന് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഡോക്ടർ മേരി ജോർജിലേക്ക് പോയാണ്. ടീച്ചറുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ടീച്ചർ എപ്പോഴും സർക്കാർ ജീവനക്കാരെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ നിലവിലുള്ള പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി? ധനകാര്യ മിസ്മാനേജ്മെൻറ്റ്, അതുപോലെ ധൂർത്ത്, ഈ ഘടകങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? അതായത് ഞാൻ ഒരിക്കലും സർക്കാർ ജീവനക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല. താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല കേട്ടോ. ഞാൻ പറയാറുള്ളത് ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 5 വർഷ ശമ്പള പരിഷ്കരണം 10 വർഷ ശമ്പള പരിഷ്കരണമാക്കി മാറ്റണമെന്നാണ്. അത് സർക്കാർ ജീവനക്കാരെ എന്റെ ശത്രുപക്ഷത്ത് കണ്ടിട്ടല്ല. ഈ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ 3,54,00,000 ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ആണ്. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റും ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നേരെ പോകേണ്ടത് ഈ 3,54,00,000 ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ പക്ഷത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോഴാണ് 5 വർഷ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണം. അതിന്റെ നിജസ്ഥിതി അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമായേനെ ഞാൻ ആ പറയുന്നതിന്റെ വസ്തുനിഷ്ഠമായ അതിന്റെ നൈതികത എവിടെ നിൽക്കുന്നു എന്ന്, അതിന്റെ യുക്തി അത് എത്ര യുക്തിസഹമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഇഷ്യൂയിലേക്ക് വരികയാണ്. അതായത് നമുക്ക് എന്താ വേണ്ടത്? ശമ്പളവും പെൻഷനും. ഞാനൊരു പെൻഷൻകാരിയാണ്. ആ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒക്കില്ല. അപ്പൊ ഇപ്പൊ ഈ സർക്കാർ ജീവനക്കാരും ഞാനും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനാണ്. അതായത് ഒരിക്കലും ശമ്പളം കിട്ടില്ല, ഒരിക്കലും പെൻഷൻ കിട്ടില്ല എന്ന പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് ഞാൻ പറയാറുള്ളത് 5 വർഷ ശമ്പളം മാറ്റി 10 വർഷത്തിലൊരിക്കലാകണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒന്ന് ആലോചിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 10 വർഷത്തിലാണ് ശമ്പള പരിഷ്കരണം. എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ വരുമാനം കുറവുണ്ടെങ്കിൽ അവർ സമ്മതിക്കുമോ? അവർ പറയില്ലേ കേരളത്തിലെ പോലെ 5 വർഷത്തേക്ക് മാറണമെന്ന്? അത് അവർ പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരും പോലെ തന്നെ അല്ല, നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ എനിക്ക് മുൻപ് സംസാരിച്ച 2 സുഹൃത്തുക്കളും പറഞ്ഞത്, അതായത് സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റും തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ തീർച്ചയായിട്ടും അതിനോട് വിയോജിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്വന്തം ജീവനക്കാരുടെ, അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന് അവരുടെ സംശയം മാത്രമാണ് പ്രകടിപ്പിച്ചത് കേട്ടോ. ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കണം, മ്ലേച്ഛമായ മുഖത്തോടു കൂടി ആയിരിക്കണം ഇപ്പോ മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രി ബാലഗോപാലും പത്രക്കാരെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം സ്വന്തം ഗവൺമെന്റിന്റെ വീഴ്ച, ഇത്ര ഭയാനകമായ വീഴ്ച 956 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 1 വർഷം പോലും ഇതുപോലെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് ധനപ്രതിസന്ധി എത്തിയിട്ടില്ല. അപ്പൊ അത്ര മോശമായ ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിച്ച മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ മ്ലേച്ഛമായ മുഖം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അതായത് ഒരു സംസ്ഥാനത്തിന് ഒരു വർഷം 144 ദിവസമാണ് ആകെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാവുന്നത്. ആ ഓവർ ഡ്രാഫ്റ്റ് ഒരു പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 14-ാം ദിവസം അത് തിരിച്ചടയ്ക്കണം റിസർവ് ബാങ്കിലേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു പാദത്തില്, അതായത് 4 ക്വാർട്ടേഴ്സ് ആണല്ലോ ഒരു ധനവർഷത്തിനുള്ള, അതിലെ ഓരോ പാദത്തിലും 32 ഓവർ ഡ്രാഫ്റ്റ് വീതമാണ് എടുക്കാവുന്നത്. 32 അല്ല 36 ഓവർ ഡ്രാഫ്റ്റ് വീതമാണ് എടുക്കാവുന്നത്. നമ്മുടെ ഈ പാദത്തിലെ ലാസ്റ്റ് ഓവർ ഡ്രാഫ്റ്റും എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ആയി ട്രഷറി പൂട്ടേണ്ടിയിരുന്ന സമയത്താണ് GST വഴിയിലും IGST വഴിയിലുമുള്ള 4200 കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം എത്തുന്നത്. അത് കിട്ടിയത് കൊണ്ട് ട്രഷറി പൂട്ടിയില്ല.
ആ ഓവർ ഡ്രാഫ്റ്റ് ഇത് കൊടുത്തു തീർത്തത് കൊണ്ട് സംസ്ഥാനം ഇപ്പോ ട്രഷറി പൂട്ടാതിരിക്കുന്നു. എന്നിട്ട് ആദ്യത്തെ ദിവസം മന്ത്രിമാർക്ക് ഒക്കെ ശമ്പളം കൊടുത്തു. അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം മന്ത്രിമാർക്ക് ഒരു ദിവസം ശമ്പളം താമസിച്ചവർക്ക് കുഴപ്പമില്ല. അതിനേക്കാളും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം അവർക്കാണ് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരിക ശമ്പളം കുറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ മുൻഗണന എത്ര വികലമായ മുൻഗണനയാണ് ഒരു LDF ഗവൺമെന്റിനുള്ളത് എന്ന് ആ ഒറ്റ തീരുമാനം കൊണ്ട്, അതായത് മന്ത്രിമാരൊക്കെ ശമ്പളം വാങ്ങിച്ചു. നേരത്തെ ഒരു സുഹൃത്ത് അവിടെ പറഞ്ഞതുപോലെ 32 തരം കറികൾ കൂട്ടി വലിയ മൃഷ്ടാന്ന ഭോജ്യം കൊടുക്കുന്നു. അതൊക്കെ അവർ ചെയ്യുകയാണ്. അതേസമയത്ത് ആ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെയുള്ള ഏറ്റവും താഴെ കേഡറിലുള്ളവര് അവർ വളരെ ലോ സാലറി മേടിക്കുന്നവരാണ്. അവർക്ക് നിത്യനിദാന ചെലവുകൾക്ക് പണമില്ലാതിരിക്കുമ്പോൾ അവർക്കായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഒരു LDF ഗവൺമെന്റ് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ കൊടുക്കാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, എന്റെ നേരത്തെ സംസാരിച്ച 2 സുഹൃത്തുക്കളും പറഞ്ഞതുപോലെ മനഃപൂർവ്വമല്ല ശമ്പളവും പെൻഷനും ഇപ്പോ താമസിപ്പിച്ചിരിക്കുന്നത്. എത്രയും നേരത്തെ തന്ന നാണക്കേടിൽ നിന്ന് തലയൂരണമെന്ന് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും എല്ലാവർക്കും ആഗ്രഹം കാണും. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല. നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന GST വരുമാനം മാത്രമല്ല, 50% നികുതി പിരിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും സംസ്ഥാന ഖജനാവിൽ തന്നെയാണ്, സംസ്ഥാനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ പിരിച്ചെടുക്കുന്ന വരുമാനം എവിടെ പോകുന്നു? ആ പിരിച്ചെടുക്കുന്ന വരുമാനമൊക്കെ ഇവര് അക്കൗണ്ട് മാറ്റി, അതായത് വേറെ വകുപ്പുകളിൽ വകമാറ്റി ചെലവഴിക്കുന്നു. അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്നതിന്റെ ഒരു 100 എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ സത്യം പറഞ്ഞാല് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി വന്നത്. ഒരിക്കലും ഇതുപോലെ ട്രഷറി പൂട്ടിയിടേണ്ടതോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥ ഇതാദ്യമാണ് ഈ കേരള ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. എന്നിട്ടും ഈ ഗവൺമെന്റ് എന്താ എങ്ങനെയാ ഈ കെടുകാര്യസ്ഥത നമ്മൾ ഡിഫൈൻ ചെയ്യണേ? നിങ്ങൾ ബജറ്റിലെ A39 എന്നൊരു ടേബിൾ ഉണ്ട്. ബജറ്റ് ഇൻ ബ്രീഫിന്റെ ഈ വർഷത്തെ ബജറ്റ് ഇൻ ബ്രീഫിന്റെ 2024-25 അതിലെ A39 എന്ന ഒരു ടേബിൾ, എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ അത് എടുത്ത് നോക്കുക. ആ ടേബിളില് നികുതി പിരിക്കാനുള്ള കുടിശ്ശിക പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ഏകദേശം 19,975 കോടി കുടിശ്ശിക പിരിക്കാനുള്ളത്. അതിൽ തന്നെ 14,000 കോടിയോളം കുടിശ്ശിക യാതൊരു തടസ്സവുമില്ലാത്ത കുടിശ്ശികയാണ്. നിങ്ങൾ ഓർമ്മിക്കുക, 14,000 കോടിയോളം കുടിശ്ശിക എന്ന് പറയുന്നത് GST കുടിശ്ശികയാണ്. 14,000 കോടിയോളം GST കുടിശ്ശികയാണ്. 3,900 കോടിയോളം ഇലക്ട്രിസിറ്റി നികുതിയാണ്. നമ്മളെല്ലാവരും ഇലക്ട്രിസിറ്റി നികുതി കൊടുക്കുന്നു. ഒരു ദിവസം താമസിച്ചാൽ നമ്മുടെ കണക്ഷൻ കട്ട് ചെയ്യും. പക്ഷെ ആരാണ് കൊടുക്കാത്തത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ ഉള്ളവയൊക്കെയാണ് കൊടുക്കാതെ. 3,900 കോടിയോളമാണ് ഇലക്ട്രിസിറ്റിയുടെ ഡ്യൂ കുടിശ്ശിക കിടക്കുന്നത്, നികുതി. അതുപോലെ 14,000 കോടിയാണ് പിന്നെ GST കുടിശ്ശിക. എന്തുകൊണ്ടാണ് ഈ GST കുടിശ്ശിക തിരിച്ചെടുക്കാൻ പറ്റാത്തത്? പ്രിയപ്പെട്ട സുഹൃത്തെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കേരളീയം നടന്നു കഴിഞ്ഞപ്പോൾ ആർക്കാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തത്? ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ച വ്യക്തിക്ക്. ആരായിരുന്നു ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ച വ്യക്തി? GST വകുപ്പിന്റെ ചീഫിനാണ് കൂടുതൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചതിന്റെ പേരില് അവാർഡ് കിട്ടിയത്. എന്ന് വെച്ചാല് നിങ്ങൾ ഓർക്കണം, അങ്ങോട്ട് സഹായം ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ചില സഹായങ്ങള്. ഞങ്ങൾ നികുതി അടക്കില്ല, പക്ഷെ സ്പോൺസർഷിപ്പ് ഇത്ര കോടിയുടെ തരാം ഓരോ കമ്പനികളും. അപ്പൊ ഈ തരത്തില് ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന പണം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തത്. അത് കഴിഞ്ഞു പോട്ടെ. പിന്നെയും കിടക്കുന്നു നവകേരള സദസ്സിന് വേണ്ടി പൊളിച്ച മതിലുകൾ ഇനി എന്ന് പണിയും? അതുപോലെ എന്തൊക്കെ എന്താ പറയുക, നമുക്ക് പറയാനൊക്കില്ല. ഇത്ര നാണം കെട്ടിയ ഒരു ഗവൺമെന്റ്, ഇത്തരം ഒരു ഗവൺമെന്റിനെ വോട്ട് കൊടുത്ത് ഭരണത്തിലേറ്റിയ നാമാണ് ലജ്ജിക്കേണ്ടത്.
തീർച്ചയായും, ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സർക്കാർ മനഃപൂർവ്വമല്ല ശമ്പളം തരാത്തത്. ഏതെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ശമ്പളം തന്നേനെ. അതേ സമയത്ത് നമ്മൾ നേരത്തെ എന്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ DA കുടിശ്ശിക അങ്ങനെയുള്ളതൊക്കെ മനഃപൂർവ്വം തന്നെ തരാത്തതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ. പക്ഷേ ഗവൺമെന്റ് ഒന്ന് മനസ്സിലാക്കണം, ഈ ശമ്പളം നേരത്തെ അതും അവിടെ സൂചിപ്പിച്ചതാണ്. ഈ ശമ്പളവും പെൻഷനും സാധാരണക്കാർക്ക് കിട്ടിയാല് അത് മുഴുവനും വിപണിയിലെത്തുന്നു. അത് വിപണിയിലെത്തി വിപണിയെ ഉജ്ജീവിപ്പിക്കുന്നു. അങ്ങനെ വിപണിയെ ഉജ്ജീവിപ്പിക്കുമ്പോഴാണ് നമ്മുടെ നഷ്ടപ്പെട്ട് ചത്തു കിടക്കുന്ന നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ പതുക്കെ തല പൊക്കുന്നത്. ഒരു മാസത്തെ ശമ്പളം ഒരു 2 ദിവസം താമസിച്ചാൽ മതി, അതിന്റെ അനുരണനങ്ങൾ വിപണിയിൽ കാണും. അത് സർക്കാരിനെ തന്നെയാണ് തളർത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഏത് വിധേനയും ഈ സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടറിന്റെയും ഒക്കെ ശമ്പളവും പെൻഷനും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ നിർബന്ധമായ. അപ്പൊ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നത് സുനിൽകുമാർ, ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചിരിക്കുന്നത്. ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തിനിടയിൽ ആക്കണമെന്നൊരു സജഷൻ മാത്രമാണ് ടീച്ചർ വെച്ചത്. സുനിൽകുമാർ, 5,12,000 മൊത്തം ജീവനക്കാർ അല്ലേ? അതിൽ 97,000 പേർക്ക് ആദ്യ ദിവസം കൊടുക്കും, വിതരണം ചെയ്യുമെന്നാണ്, ശമ്പളം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളത് നിരീക്ഷിക്കുന്നുണ്ടോ? ഈ ഫസ്റ്റ് ഡേയിൽ ശമ്പളം കിട്ടുന്നവർക്ക് പോലും പൂർണ്ണമായി ഇന്നിപ്പോൾ 4-ാം തീയതി ആയിട്ടും പൂർണ്ണമായിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല. ശമ്പളം മാറിയതായിട്ട് നമ്മൾ സ്പാർക്കിൽ നോക്കുമ്പോൾ ശമ്പളം മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മുടെ മെസ്സേജൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. അപ്പോൾ അതുപോലും പൂർണ്ണമായിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല. എനിക്ക് ശ്രീമതി മേരി ജോർജ് പറഞ്ഞതിനോട് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. ചെറുതല്ല, കടുത്ത വിയോജിപ്പ് തന്നെ ഉണ്ട്. അതുകൂടെ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഉള്ളപ്പോഴും അതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി വന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 2019 മുതൽ നടപ്പിലാക്കിയ 11ാം ശമ്പള പരിഷ്കരണം, ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വെറും 10% വർധനവ് മാത്രമാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. അതായത് ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണങ്ങളിലുണ്ടായിരുന്ന 12%, അത് 10%-ആയി വെട്ടിക്കുറച്ച് ആ കേവലം 10%, അതായത് അന്ന് 25,000 രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടായിരുന്നത്. 25,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നൊരു LD ക്ലർക്കിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 19,000 രൂപയാണ്. അപ്പോൾ ഒരു 8-10 വർഷം സർവീസുള്ള ഒരു LD ക്ലർക്കിന് ലഭിച്ചുകൊണ്ടിരുന്ന 25,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആളിന് പോലും 2,500 രൂപയുടെ മാറ്റം മാത്രമാണ് ശമ്പളത്തിൻ്റെ ഭാഗമായി, പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. 28% ക്ഷാമബത്ത 2019 ജൂൺ 30 വരെയുള്ള ക്ഷാമബത്ത കൂടി മെർജ് ചെയ്തുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. 2019-ലും 18-ലും ലഭിക്കേണ്ട ക്ഷാമബത്ത കൂടി 2019 തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി നോക്കുമ്പോൾ ചിലപ്പോൾ ചിലവ് കൂടിയിട്ടുണ്ടാകും, പക്ഷേ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമല്ല അത്. ഇപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് 21% ക്ഷാമബത്ത കുടിശ്ശികയാണ്. 2020 ജൂലൈ മാസത്തിൽ അനുവദിച്ച 7% ക്ഷാമബത്ത മാത്രമാണ് ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കുന്നത്. വിലക്കയറ്റത്തിന് ആനുപാതികമായി ലഭിക്കേണ്ട ക്ഷാമബത്തയാണ്. 2020 ജൂലൈക്ക് ശേഷം ഏതാണ്ട് 3.5 വർഷമായി ഇതുവരെ വിലക്കയറ്റം, അന്നത്തെ ഓരോ സാധനങ്ങളുടെ വില സർക്കാർ മേഖലയിൽ തന്നെ എല്ലാ കാര്യത്തിനും, വെള്ളത്തിനും വൈദ്യുതിക്കും അതുപോലെ തന്നെ ബസ് ചാർജും പാലിനും എല്ലാത്തിനും വില വർദ്ധിച്ചു. ഈ 3.5 വർഷം മുമ്പ് വാങ്ങിച്ച ശമ്പളം മാത്രമാണ് ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ഈ 21% ക്ഷാമബത്ത അതാത് വർഷങ്ങളിൽ ലഭിക്കേണ്ടതാണ്. 2021-ൽ 5% ക്ഷാമബത്ത ലഭിക്കേണ്ടതാണ്. അത് അന്ന് 5% സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് മാറ്റിവെച്ചപ്പോൾ അടുത്ത വർഷമായപ്പോൾ വീണ്ടും അത് 10%-ആയിട്ട് മാറി. ഇപ്പോൾ 21% കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക ഒരുമിച്ച് ഈ വർഷം തരികയാണെങ്കിൽ ഈ വർഷത്തെ ശമ്പള ചെലവിലാണ് അതിൻ്റെ വർധനവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കാലാകാലങ്ങളിൽ യഥാസമയം നൽകേണ്ട ക്ഷാമബത്ത അത് തരാതെ കൂട്ടിവെച്ചുകൊണ്ട് അത് എപ്പോഴെങ്കിലും തരുമ്പോൾ ആ വർഷത്തെ ശമ്പളം കൂടിപ്പോയി, ശമ്പള ചെലവ് വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കാരണവുമില്ല. 2019-ലാണ് ഈ ക്ഷാമബത്ത 15% അനുവദിച്ചത്. അതുകൊണ്ടാണ് ആ വർഷം കൂടുതൽ ചെലവ് വന്നത്, ശമ്പള ചെലവ്. അതുപോലെ തന്നെ ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന, ഞാൻ പല ചർച്ചകളിലും കണ്ടിട്ടുണ്ട്, ഒരു കാര്യമെന്ന് പറയുന്നത് 2020-21 അപേക്ഷിച്ച് 21-22 ശമ്പള ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും അതിലെ സാധാരണക്കാരും മനസ്സിലാക്കേണ്ടത് 2020-21 കാലഘട്ടത്തിൽ കോവിഡ് സമയമായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് 11 മാസം ശമ്പളം മാത്രമേ തന്നുള്ളൂ.
ഒരു മാസത്തെ ശമ്പളം അവരിൽ നിന്ന് പിടിച്ചെടുത്തു, മാറ്റിവെച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് 12 മാസം പകരം 11 മാസം ശമ്പളം മാത്രമേ തന്നുള്ളൂ. ആ ശമ്പളം തിരിച്ചു തന്നത് 2021-22 അതുകൊണ്ട് 5400 കോടി രൂപ ആ ഒറ്റ ഇനത്തിൽ തന്നെ, അതായത് 2020-21 11 മാസത്തെ ശമ്പളം കൊടുത്ത സ്ഥാനത്ത് 21-22 ആയപ്പോൾ 13 മാസത്തെ ശമ്പളം കൊടുക്കേണ്ടി വന്നു. അത് ജീവനക്കാരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ചെലവ് കൂടിയതാണ്. ജീവനക്കാർക്ക് തരേണ്ട സമയത്ത് തരേണ്ട ആനുകൂല്യങ്ങൾ തരാതെ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരുമിച്ച് തരുമ്പോഴാണ് ഇത്തരം ബാധ്യതകൾ ചെലവിൽ കൂടിയതായി നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം 2021-22 ശേഷമുള്ള സമ്പത്തിൻ്റെ ഈ നമ്മുടെ ശമ്പള ചെലവ് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര വർധനവ് വന്നിട്ടുണ്ട്. അതായത് 2016-17 കാലഘട്ടത്തിലൊക്കെ 52% ശമ്പളവും പെൻഷൻ്റെ ചിലവ്. ഇപ്പം കുറഞ്ഞു 42% കുറഞ്ഞു റവന്യൂ വരവിൻ്റെ. അപ്പോൾ ശമ്പള ചെലവ് കാലാനുസൃതമായി കുറഞ്ഞാണ് വരുന്നത്. നമ്മുടെ വരവിനനുസരിച്ച് ശമ്പള ചെലവ് കൂടുന്നില്ല, കാരണം അതിനനുസരിച്ച് ശമ്പളം തരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 ജൂലൈ മാസത്തിൽ ലഭിച്ച ശമ്പളമാണ് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പൊതുസമൂഹം മനസ്സിലാക്കണം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഈ ശമ്പളം ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഈ ശമ്പളം ഈ പൊതുവിപണിയിൽ കിടന്ന് കറങ്ങേണ്ടതാണ്. കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ, പലചരക്ക് കടയിൽ ഉൾപ്പെടെ, പച്ചക്കറി മാർക്കറ്റിൽ ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടതോ അവരുടെ ജീവിതമാർഗമായിട്ട് മാറേണ്ടതാണ് ഈ ശമ്പളം. KSRTC ജീവനക്കാർക്ക് ഇതിനു സമാനമായ ഒരു സാഹചര്യമുണ്ടായി. അന്ന് മുഖ്യമന്ത്രി, ആദ്യത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് KSRTC ജീവനക്കാർക്ക് കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ശമ്പളം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താ? KSRTC വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല, അന്ന് 180 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 260 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ KSRTC ജീവനക്കാരുടെ വരുമാനം കൂടിയിട്ടും അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വരുന്നെങ്കിൽ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ്. ഇതിനെതിരെ ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി കേരള NGO സംഘം, പെട്രോ സംഘടനകളും മുന്നിലുണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജാഫർ ഖാൻ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയാക്കി മാറ്റുമോ? നമുക്കറിയാം ഈ സാമൂഹ്യ പെൻഷനുകൾ മുടങ്ങിയപ്പോൾ 7 മാസത്തെ കുടിശ്ശികയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇനി ജീവനക്കാർക്കും ഇതുപോലെ ഘട്ടം ഘട്ടമായി ശമ്പള വിതരണം, അങ്ങനെ ഒരു കലാപരിപാടിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ കടക്കുമോ എന്നൊരു ഭയമുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതിൽ ഞാൻ എതിർത്ത് പറയുന്നില്ല എങ്കിൽ പോലും, പക്ഷെ അതിൻ്റെ ആ ഒരു വശം, സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, മറ്റൊരു വശം ടീച്ചർ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം, സാമൂഹ്യ പെൻഷൻ 7 മാസമായി മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അതുപോലെ സപ്ലൈകോയുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങളില്ല. അവർക്ക് ഘട്ടം ഘട്ടമായി ഈ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. KSRTCയുടെ വിഷയമുണ്ട്. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഗ്രാൻഡിൻ എയ്ഡും ഒക്കെ കൊടുക്കാതെ മാസങ്ങളോളം ശമ്പളം മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനും, ഇതിനകത്ത് സാമ്പത്തികം ഗവൺമെൻറ് അമ്പേ പരാജയപ്പെട്ടു, ഒന്നുമില്ല, ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറി എന്ന് പറയും പോലെ അത് അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമാണ് ഈ മാസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാത്തതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനാണ് ഞാൻ. അതല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണമോ 5 വർഷം ശമ്പള പരിഷ്കരണമോ പറഞ്ഞു. ഞങ്ങൾക്ക് 10 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് 10 വർഷത്തിലൊരിക്കലാണ്. മാഡം ഒന്ന് പരിശോധിച്ച് നോക്കണം. 10 വർഷത്തിൽ ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ 5-ഓ 10-ഓ എന്നുള്ളതല്ല വിഷയം. ഈ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നടന്ന ശമ്പള പരിഷ്കരണം ഒരു പരിഷ്കരണമായിരുന്നു. ശമ്പള പരിഷ്കരണം അല്ലായിരുന്നത്. അത് ഒരു മൾട്ടിപ്ലിക്കേഷൻ 1.36 കൊണ്ട് ബേസിക് പേ ഗുണിച്ചുകൊണ്ട് ഒരു ബേസിക് പേ നിശ്ചയിച്ച് തരുന്നതിനപ്പുറത്തേക്ക് വെയിറ്റേജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശമ്പള പരിഷ്കരണത്തിൽ. ആ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാതെ സർവീസ് ഉള്ളവന് പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരിച്ച് തരാത്ത രീതിയിലുള്ള, അത് യഥാർത്ഥത്തിൽ പരിഷ്കരണമല്ല, ശമ്പളം ഞാൻ ചോദിച്ചാൽ ആ ശമ്പള പരിഷ്കരണം 2019 നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയർ 1 രൂപ ഇതുവരെ തന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത്? അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല 8 കൊല്ലമായി ഈ ഗവൺമെൻറ് 2 ടേണായി ഭരിക്കുന്നു. 8 കൊല്ലമായി സർക്കാർ ജീവനക്കാരന് ക്ഷാമബദ്ധ അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുള്ളത് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ?
8 കൊല്ലമായി സർക്കാർ ജീവനക്കാരന് ക്ഷാമബത്ത കൊടുക്കുന്നില്ല. 6 മാസത്തിലൊരിക്കൽ കൊടുക്കേണ്ടതാ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ എല്ലാ 6 മാസത്തിലൊരിക്കലും ആഹ്ലാദപ്രകടനം നടത്തുമായിരുന്നു. 8 കൊല്ലമായി കൊടുത്തില്ല. ആകെ കൊടുത്തത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് ഒരു 7% DA ശമ്പളത്തിനോട് മെർജ് ചെയ്ത് കൊടുത്തു. ഒരു ഉത്തരവ് പോലും ഇറക്കിയിട്ടില്ല. ഇപ്പം ശമ്പള പരിഷ്കരണം ഇപ്പം ബഡ്ജറ്റിൽ 2% ഒരു ഗഡു കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം വന്നു. അത് ഈ ഇലക്ഷൻ കാത്തിരിക്കുക, അതിനെ തരാതിരിക്കാൻ വേണ്ടി. അത് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരെ കാത്തിരുന്നിട്ട് അടുത്ത് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. അപ്പം ജീവനക്കാരെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. ഇവരുടെ പാഴ്ചെലവുകൾക്കും ദൂർത്തിനും ബാക്കി കാര്യത്തിനൊന്നും ഏതൊരു കുറവും ഇല്ലാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. ആര് സമരം ചെയ്താലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ, വസ്തുത പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ സ്വന്തക്കാരെയും സ്വന്തം പാർട്ടിക്കാരെയും അവരുടെ ശമ്പളവുമൊക്കെ കൃത്യമായി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് പുതുതായി ഉടലെടുത്തിരിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാരൻ്റെയോ അധ്യാപകരുടെയോ മാത്രം പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ മുഴുവനായ പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 40,000 കോടി രൂപയ്ക്ക് അടുത്താണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ മാസം ശമ്പളമല്ല. ഞങ്ങൾക്ക് ഈ 40,000 കോടി രൂപ അത് ഞങ്ങൾക്ക് വിതരണം ചെയ്താൽ ആരും ഇത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ല. ഇത് കൃത്യമായി പൊതുവിപണിയിൽ ഇറങ്ങുന്നതാണ്. ഇപ്പോഴത്തെ GST അനുസരിച്ച് 2 മുതൽ 28% വരെ GST, ഒരു 10-15% സർക്കാരിന് തിരിച്ചു കിട്ടുന്ന തുകയാണിത്. ഇത് അവിടെ കെട്ടി വെച്ചിരുന്നാൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരുന്നാൽ സർക്കാരിന് എങ്ങനെ വരുമാനം ഉണ്ടാവും? അപ്പോൾ ബുദ്ധിപരമായി സാമ്പത്തികമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായി ഇവിടെ ശമ്പള വിതരണവും സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ കെടുകാര്യസ്ഥത തന്നെയാണ് ഇതിൻ്റെ ഈ ശമ്പള പ്രതിസന്ധിക്ക് മുഖമുദ്ര. അവരുടെ നിലപാട് അതിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. സർക്കാർ ശമ്പളം മുടക്കിയതിലുള്ള ജീവനക്കാരുടെ അമർഷവും പ്രതിഷേധവുമാണ് അവരുടെ പ്രതിനിധികളിലൂടെ ഈ ഫ്ലോറിൽ പ്രേക്ഷകർ കേട്ടത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കെ ധനവകുപ്പ് ഇന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് വിരുന്നൊരുക്കി അങ്ങനെയും ധൂർത്ത് നടത്തിയിരിക്കുന്നു. 5 ലക്ഷം രൂപയാണ് പൊതുഖജനാവിൽ നിന്നും ചെലവഴിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക ഡിബേറ്റ് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു.